ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 വീക്സായി. നല്ല തിരക്കായിരുന്നു, ഒരുപാട് മെസ്സേജസ് വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റുകൾ എന്തെല്ലാമാണെന്ന് ടെക്നിക്കൽ അനലൈസ് വൈസ് നമ്മൾ പറയുന്നതായിരിക്കും. ലാസ്റ്റ് വീക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു 4 വീക്സ് എഗോ ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ആവുന്നുണ്ടെന്നും അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിലെ കാര്യമായിട്ട് പറയുന്നത് 4 ഹവറിലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു അപ്പ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം, ഒരു 73,000 ഒരു അപ്പ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി. അവിടുന്ന് ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കിയവർക്ക് ഒരു 73 ആണ് എക്സ്പെക്റ്റ് ചെയ്തത്. ഒരു 72,291 വരെയൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ അതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഇനി വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ അതേ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം 4:17 എന്ന് പറഞ്ഞ ടൈമിലാണ്. അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇൻവേർട്ട് ഹെഡ് ആൻഡ് ഷോൾഡറിനെ പറ്റിയിട്ടും അതിൻ്റെ ടാർഗറ്റ് ഏരിയനൊക്കെ പറ്റിയിട്ടും. ചെക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വലിയ ടൈം ഫ്രെയിമാണ്, വീക്കിലി ടൈം ഫ്രെയിമിലെ കാര്യമാണ് പറഞ്ഞത്. ലാസ്റ്റ് മുമ്പ് സംസാരിച്ചത് 4 ഹവറിലെ ടൈം ഫ്രെയിമിലെ കാര്യമാണ്. ചെറിയ മൂവ്മെൻ്റ് ആയിരുന്നു. വലിയ മൂവ്മെൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു റൗണ്ട് പാറ്റേൺ ആണ്. റൗണ്ട് പാറ്റേണിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടൊരു ക്യാൻഡിൽ ക്ലോസിങ് വിത്ത് വോളിയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിലവിലെ ഏരിയയിൽ ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാമെന്നായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ടൈം ആ വീഡിയോയിൽ 2:18 ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കാണാം. 56,736 വരെയൊക്കെ ഒരു ഡൗൺ ആയിരുന്നു അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഡൗണിൻ്റെ സാധ്യത. ഓൾമോസ്റ്റ് ഒരു 59,481 വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും ഇവിടെ നമുക്കൊരു വിക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലോസ് ചെയ്തത് ബിലോ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെയായിപ്പോയി. അപ്പോൾ ഈ വിക്കിനി ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇനി ഒരു ബ്രേക്ക് ഔട്ട് നിങ്ങൾ നോക്കുമ്പോൾ 74,272 എന്നുള്ള ഏരിയയിൽ നിന്ന് വേണം എന്ത് നോക്കാൻ, ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. വലിയ ടൈം ഫ്രെയിമിലെ കാര്യമാണ് പറയുന്നത്. വീക്കിലി ടൈം ഫ്രെയിമിലെ കാര്യമാണ്. ഓരോ ക്യാൻഡിലും ഓപ്പണായി ക്ലോസ് ആവാനുള്ള ടൈം എന്ന് പറയുന്നത് 1 വീക്കാണ്. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന മൂവ്മെൻറ്റുകൾ. ഇനി കറണ്ട് മാർക്കറ്റിൽ എന്തെല്ലാമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 4 ഹവറിലേക്ക് എടുത്തിട്ടുണ്ട്. 4 ഹവറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു റൗണ്ട് പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു കൺഫർമേഷൻ ഒരു നെക്ക് ലൈൻ ഏരിയ ആയിട്ട് വരുന്നത് 66,858 അപ്പോൾ ഇനി ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർ 66,858 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. 2 ടാർഗറ്റ്സ് ആണ് വരിക. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 71,257 എന്നുള്ളതും സെക്കൻഡ് ടാർഗറ്റായിട്ട് 72,766 അതിൽ 71,257 മുകളിൽ ഒരു ക്ലോസ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു 72,760 വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഡേ ടൈം ഫ്രെയിമാണ്. ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രൈസ് ഈ ഒരു പാരൽ ചാനലിലാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും വരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 71,541 എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ചെറിയ ടൈം ഫ്രെയിം പ്രകാരം ഈ 71,257 എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് നമ്മൾ കണക്കാക്കിയത് ഈ ഒരു പാറ്റേൺ കണ്ടതുകൊണ്ട് ഈ ഒരു നെക്ക് ലൈൻ മുതൽ ഈ ഒരു ബോട്ടം വരെയുള്ള ലെങ്ത്താണ് നമ്മൾ ടാർഗറ്റായിട്ട് കണക്കാക്കിയേക്കുന്നത്. സോ അത് പ്രകാരമാണ് 71,257 നമ്മൾ കണക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വലിയ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പാരൽ ചാനലിലാണെന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു 71,627 എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ്. സോ അതിന് മുകളിൽ നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് വിത്ത് വോളിയം ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അതിൻ്റെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനുകൾ തമ്മിലുള്ള ലെങ്ത്താണ് അതിൻ്റെ ഒരു ടാർഗറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 84,000 എന്ന് പറയുന്നൊരു ഏരിയ ആണ്. സോ വലിയ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ വീണ്ടും പോകുന്നുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ് നമ്മുടെ വീക്കിലി ടൈം ഫ്രെയിം. ഈ വീക്കിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു 2 ട്രെൻഡ് ലൈനുകളെ പ്രൈസ് ഒരുപാട് തവണ റിജക്ഷൻ എടുത്തിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6-7 മാസത്തിന് മുകളിലായിട്ട് നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് അനലൈസ് ചെയ്ത് വരുന്നതാണ്. സോ അത് പ്രകാരം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് 75,000
അതുപോലെ തന്നെ 83-84 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 84,000 എന്നുള്ളൊരു ഏരിയയിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം വലിയ ടൈം ഫ്രെയിമിലെ കാര്യമാണ് പറയുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിലെ ഡേ ടൈം ഫ്രെയിമിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്ന ടൈം ഫ്രെയിമുകൾ തീർച്ചയായിട്ടും അതാത് ടൈം ഫ്രെയിമുകളിലെ കൺഫർമേഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീക്കിലി നമ്മുടെ ഈ പറഞ്ഞ 84,000 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? ഇവിടെ നിന്നൊരു ഡൗണ് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഡൗൺ ഏരിയ എന്ന് പറയുന്നത് 69,272 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കതിനൊരു സോണായിട്ട് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയ 73 മുതൽ 69,000 ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. ഹാൽവിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും കണ്ടിന്യൂ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് അല്ല. കുറച്ച് മാർക്കറ്റ് കുറച്ച് നാൾ അധികം മാർക്കറ്റ് ഈ ഒരു സൈഡ് വേസും ഈ പറഞ്ഞ പോലൊരു മൂവ്മെൻ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും 84 എന്നുള്ളൊരു ഏരിയയിലേക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയും അവിടെ നിന്ന് തിരിച്ച് ഒരു ക്രാഷ് ഉണ്ടാവുകയും ഈ പറഞ്ഞ 69,000 എന്നുള്ള ഒരു ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്ത് ആയിരിക്കും ആക്ച്വലി ഒരു 100K എന്നുള്ളൊരു ഏരിയയിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ കറൻറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിലും കൺഫർമേഷൻസ് നോക്കേണ്ട ഏരിയാസ് ഉണ്ട്. ഈ പറഞ്ഞ 74,000 നമ്മൾ റിജക്ഷൻ വരാനുള്ള 84,000 ഒക്കെ റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് മുമ്പ് ഈ ഒരു ഏരിയനെ ഈ ട്രെൻഡ് ലൈനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 2 ട്രെൻഡ് ലൈനുകളും നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് റിജക്ഷൻ പറയുന്നത്. മുമ്പ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നമ്മളൊരു ഇവിടെ നിന്നും ബ്രേക്ക് ഔട്ട് കിട്ടിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 75,000 നിന്ന് റിജക്ഷൻ ഉണ്ടാവുമെന്നായിരുന്നു. നമുക്കൊരു 74,000 പ്രൈസ് എത്തിയപ്പോൾ റിജക്ഷൻ വന്നു. അതേപോലെ 84 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പും വേണമെന്നുണ്ടെങ്കിൽ റിവേഴ്സിൽ വരാം. കാരണം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ മൂവ്മെൻറ്റുകൾ ഉണ്ടാവില്ല, അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലാണ് മാനിപ്പുലേഷൻ ഒത്തിരി ഉള്ള മാർക്കറ്റാണ്. സോ അതനുസരിച്ച് വേണം നമ്മുടെ പ്ലാൻ നോക്കാനായിട്ട്. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ അനലൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുമെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റോട് കൂടി മാത്രം എന്തെങ്കിലും തരത്തിലുള്ള എൻട്രി നോക്കുന്നുണ്ടെങ്കിൽ നോക്കുക. സോ ഈ ഒരു രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് ഞാൻ കറൻറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് ഐഡിയ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.